ഈ ആഴ്ച ഒരുപാട് സിനിമകൾ റിലീസായിട്ടുണ്ട്. അതിൽ കോൺജുറിങ് അതാണ് മെയിൻ റിലീസ് എന്ന് പറയുന്നത്. ഈ കോൺജുറിങ് യൂണിവേഴ്സിന്റെ തന്നെ ഫേസ് വണ്ണിന്റെ അവസാനത്തെ സിനിമയാണ്. പിന്നെ ശിവകാർത്തികേയൻ എയർ മുരുകദാസ് കോമ്പിനേഷൻ വരുന്ന മദ്രാസി ഉണ്ട്. അതുകൂടാതെ ബാഗി 4 ഉണ്ട്. ഈ ബാഗി 4 എന്ന് പറയുന്നത് ഈ ബാഗി സീരീസ് മൊത്തത്തിൽ തന്നെ ഏതെങ്കിലും സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജിലുള്ള ഏതെങ്കിലും പടങ്ങളുടെയൊക്കെ റീമേക്ക് ആയിരിക്കും. അപ്പോൾ ഇത്തവണ ഇവർ ഏത് സിനിമയാണ് റീമേക്ക് ചെയ്തതെന്ന് അറിയണമല്ലോ. അപ്പോൾ ബാഗി 4ന്റെ റിവ്യൂ വരും. പിന്നെയുള്ളത് വിവേക് അഗ്നിഹോത്രിയുടെ ദ കാശ്മീർ ഫയൽസ്, ആ ഒരു സീരീസിൽ പെട്ടിട്ടുള്ള ഇതിൻ്റെ ആദ്യത്തെ സിനിമ ദ ടാഷ്കൻ ഫയൽസ് ആയിരുന്നു. ടാഷ്കൻ ഫയൽസ് ഒരു അത്ര സുഖമൊന്നുമില്ല, ഒരു അമേച്ചർ സെറ്റപ്പ് ഒക്കെ ആയിരുന്നു. പക്ഷേ കശ്മീർ ഫയൽസ് അങ്ങനെ ആയിരുന്നില്ല. കശ്മീർ ഫയൽസ് വളരെ ഇമ്പാക്റ്റോട് കൂടി പറയാൻ വന്ന കാര്യം പറഞ്ഞ സിനിമയാണ്. അതിൻ്റെതായിട്ടുള്ള കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സീരീസിൽപ്പെട്ട മൂന്നാമത്തെ സിനിമയായിട്ടുള്ള ദ ബംഗാൾ ഫയൽസ് ആണ്. ഈ ബംഗാൾ ഫയൽസ് എന്ന് പറയുന്ന സിനിമ വെസ്റ്റ് ബംഗാളിൽ റിലീസായിട്ടില്ല, സീത ആനി. അപ്പോൾ ഈ വിവേക് രഞ്ജൻ അഗ്നിഹോത്രിയുടെ പടം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ തിയേറ്ററിൽ പോയി കണ്ടേക്കണം. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് OTT വരാനായിട്ട് ലേറ്റ് ആവും. പിന്നെ OTT വന്നാൽ തന്നെ അതിൻ്റെ കട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പല സീനുകളൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ ആയിരിക്കും, ഡയലോഗ്സ് മ്യൂട്ട് ആയിരിക്കും, അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളി ഉദ്ദേശിച്ചിരിക്കുന്ന ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അത് അതിൻ്റെ പൂർണ്ണതയിൽ കാണണമെന്നുണ്ടെങ്കിൽ നേരെ തിയേറ്ററിലേക്ക് പോകണം. ദ ബംഗാൾ ഫയൽസ് ഇത്തവണ അദ്ദേഹം 3.5 മണിക്കൂറാണ്, 3.5 മണിക്കൂറിലാണ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ വരുന്നത്. അപ്പോൾ നമുക്കത് കണ്ടുപോകാം, അതിൻ്റെ റിവ്യൂ വരും. പിന്നെ ഉള്ളത് സോഹം ഷാ എന്നുള്ള പേര് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ദ തുമ്പാട് എന്നുള്ള വളരെ എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള ഗ്രേറ്റസ്റ്റ് ഫിലിം എന്നൊക്കെ പറയാം. അങ്ങനെ ഒരു പടം എടുത്ത ഒരാളാണ്. പിന്നെ ഈ വർഷം ഇറങ്ങിയ ക്രേസിയും പുള്ളിയുടെ പ്രൊഡക്ഷനിലൊന്നായിരുന്നു. അപ്പോൾ ഇത്തവണ പുള്ളി മൂന്നാമത്തെ ആ ഒരു പുള്ളിയുടെ പ്രൊഡക്ഷനാണോ എന്ന് എനിക്ക് അത്ര കറക്റ്റായിട്ട് എനിക്കറിയില്ല. ഉഫിയെ സ്യാപ്പ എന്നുള്ള ഈ സിനിമ ഇതിന് ഡയലോഗില്ല. അതായത് ഇതിനു മുമ്പ് കമൽഹാസൻ പുഷ്പക്കൊക്കെ എടുത്തില്ലേ, അതുപോലത്തെ ഒരു സിനിമയാണ്, ഡയലോഗ് ഇല്ലാത്തൊരു പടമാണ്. അപ്പോൾ ഇത്രയും പടങ്ങളുടെ റിവ്യൂ ആണ് വരുന്നത്. ഇതിൽ ആദ്യത്തെ റിവ്യൂ എന്ന് പറയുന്നത് കോൺജുറിങ് ദ ലാസ്റ്റ് റൈറ്റ്സ് ആണ്. ഈ പടത്തിന്റെ നമുക്ക് 2 ഭാഗങ്ങളായിട്ട് നമുക്ക് നോക്കാം. ഒന്ന് ഈ പടത്തിന്റെ ആസ് എ ഫാമിലി ഡ്രാമ എന്നുള്ള രീതിയിൽ. എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയുള്ള കമൻസ് ഞാനത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് കാര്യം, ഈ കോൺജുറിങ് എന്ന് പറയുന്ന ഈ സിനിമയെ ഒരു ഫാമിലി ഡ്രാമ, അതിലുള്ള ഫാമിലി ഡ്രാമ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് അതിൻ്റെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള, വളരെ പവർഫുൾ ആയിട്ടുള്ള ഹൊറർ എലമെന്റ്സ് കാണിച്ചിരുന്ന ഒരു സിനിമ കൂടിയാണ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ദ കോൺജുറിങ് ഒക്കെ ഞാൻ തിയേറ്ററിൽ കണ്ടത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതിൻ്റെ സൗണ്ട് ഡിസൈൻ, ഗംഭീര സൗണ്ട് ഡിസൈൻ ആയിരുന്നു. പിന്നെ അതിൻ്റെ ലൈറ്റിങ്, അതിൻ്റെ സിനിമാറ്റോഗ്രാഫി, സൗണ്ട് ഡിസൈനാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലുള്ള ഒരു ജംസ്കയർ ആണെങ്കിലും അല്ലാത്തതാണെന്നുണ്ടെങ്കിലും ഒരു സ്ക്രീനിൽ ആൾക്കാർക്ക് ഭീതിപ്പെടുത്തുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അത് വളരെ ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു സീരീസാണ് ഈ കോൺജുറിങ് യൂണിവേഴ്സിലെ പടങ്ങളെല്ലാം. അപ്പോൾ ഇത് ഒരു പരിധി കഴിയുമ്പോൾ നമുക്കിത് കണ്ട് സാച്ചുറേറ്റഡ് ആവുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ആ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള അവസ്ഥയായിരുന്നു എനിക്ക്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമ മാർക്കറ്റ് ചെയ്തിരിക്കുന്നത്, അപ്പോൾ എഡ് വാറൻ ആൻഡ് ലൊറൈൻ വാറൻ, ഈ വാറൻ ദമ്പതികൾ അവരുടെ ഒരു പാരനോർമൽ ഇൻവെസ്റ്റിഗേഷൻ, അവരൊരു കരിയർ ഓൾമോസ്റ്റ് അവസാനിപ്പിച്ചു. എന്നിട്ട് അവസാനത്തെ കേസാണ് എടുത്തിരിക്കുന്നത്. ഇതോടുകൂടി അവർ പിന്നെ വേറെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, അതോടെ നിർത്തി എന്നുള്ള രീതിയിലാണ്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അവരിപ്പോൾ അനബൽ കാണിച്ചു, ദ നൺ കാണിച്ചു, അതിനേക്കാളെ കുറച്ചുകൂടി സംതിങ് പവർഫുൾ, കുറച്ചും കൂടി ഗംഭീരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സ്ക്രീനിൽ കാണണം എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും. ആ ഒരു എക്സ്പെക്ടേഷനിൽ പോയപ്പോൾ ഞാൻ പൂർണ്ണമായിട്ടും നിരാശനായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2-2.5 മണിക്കൂറുണ്ട് ഈ പടത്തിൽ. ഇവർ ഈ ഹൊറർ എലമെന്റ്സ്, അതായത് ഹൊറർ സംഭവത്തിലേക്ക് വരുന്നത് പടം അവസാനിക്കാൻ വേണ്ടി ഒരു 40-45 മിനിറ്റൊക്കെ ഉള്ളപ്പോഴാണ് ഇവർ ഈ കേസ് എടുക്കുന്നത്. പിന്നീട് അങ്ങോട്ട് വരുന്ന ആ ഒരു കാര്യങ്ങൾ, അതിനകത്ത് വരുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ അവർ ക്രിയേറ്റ് ചെയ്യുന്നതും ആ ഒരു ഹൊറർ മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നതെല്ലാം ഇതിനു മുൻപ് ഇവർ ഈ സെയിം യൂണിവേഴ്സിലുള്ള സിനിമകളിലൊക്കെ കാണിച്ചിരിക്കുന്നതായിട്ട് വേറെ പുതുമയുള്ള കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ദ നൺ പോലെയോ അല്ലെങ്കിൽ അനബെല് പോലെയോ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു ഗോസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് വരുന്നില്ല. ഇതിലൊരു 3 ഗോസ്റ്റ് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. 3 സെയിം ക്ലീശേ സംഭവങ്ങളൊക്കെ തന്നെയായിരുന്നു. ഹൊറർ എന്നുള്ള രീതിയിൽ ഈ സിനിമ എവിടെയും എനിക്ക് എഫക്റ്റീവായിട്ടോ ഒരു ഇമ്പാക്റ്റ് ഉള്ളതായിട്ടോ എനിക്ക് തോന്നിയില്ല. സ്വാഭാവികമായിട്ടും ഈ ഹൊറർ എന്നുള്ള സംഭവത്തിൽ തന്നെ നമുക്ക് നിരാശ വരുമ്പോൾ ഓക്കെയാണ്. പിന്നെ ബാക്കിയുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും സ്വാഭാവികമായിട്ടും മൈൻഡ് ചെയ്യാൻ തോന്നില്ല. അങ്ങനെയുള്ള നമുക്കൊരു പടം ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാ സിനിമകൾക്കും നെഗറ്റീവ് ഉണ്ടാവും, അതിൽ തന്നെ പോസിറ്റീവും ഉണ്ടാവും. എന്തെങ്കിലും, അതായത് നെഗറ്റീവ് മാത്രമുള്ള സിനിമ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഏത് സിനിമയാണെങ്കിലും എന്തെങ്കിലും പോസിറ്റീവായിട്ട് പറയാനോ അല്ലെങ്കിൽ എത്ര ഗംഭീരമായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അതിൽ നെഗറ്റീവായിട്ട് പറയാനോ ഉണ്ടാവും. അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ ഫാമിലി ഡ്രാമ, ഇതിനകത്ത് വരുന്ന ഫാമിലി ഡൈനാമിക്സ്, അപ്പോൾ അതിനകത്ത് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ സിനിമ ഈ എഡിനും അല്ലെങ്കിൽ ലോറയിനും ഒരു കുട്ടി ജനിക്കുന്നതിലൂടെയാണ് ഈ സിനിമ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ഇതിനകത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫാമിലി, ആ ഒരു റിലേഷൻ പറയുന്ന, അവരുടെ ഒരു കണക്ഷൻ പറയുന്ന, ആ ഒരു ഡൈനാമിക്സ് ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രൊപ്പോസൽ സീനുണ്ട്. അതായത് അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് മകളെ പ്രപ്പോസ് ചെയ്യുന്ന ആ ഒരു സീനൊക്കെ, അതൊക്കെ രസമുണ്ട് കാണാൻ. അപ്പം അങ്ങനെ ഇപ്പോൾ ഇതൊരു ഫാമിലി ഡ്രാമ, ഇതിൽ വരുന്ന കോൺജുറിങ് എന്ന് പറയുന്ന യൂണിവേഴ്സിൽ വരുന്ന ഫാമിലി ഡ്രാമ കാണാൻ ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ നല്ല രീതിയിൽ വർക്കാവും. കാരണം ഇവർ ഈ പടത്തിൽ പ്രോപ്പറായിട്ട് ചെയ്തിരിക്കുന്നത് ഈ ഫാമിലി ഡ്രാമ ഉണ്ടല്ലോ, അത് ഒരു നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്, നല്ല രീതിയിൽ അവർ എഴുതിയിട്ടുമുണ്ട്. പക്ഷേ ഹൊറർ പോർഷൻസ് കംപ്ലീറ്റ്ലി ലെറ്റ് ഡൗൺ ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തീരെ ഇമ്പ്രസീവായിട്ട് ഒന്നും തോന്നിയിട്ടില്ല.
കാരണം കോൺജുറിങ് എന്നെ സംബന്ധിച്ച് കോൺജുറിങ് എന്ന് പറയുന്നത് ഒരു ഫാമിലി ഡ്രാമ കാണാനായിട്ടല്ല ഞാൻ കോൺജുറിങ് കാണാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് അതിനകത്തുള്ള ഹൊറർ എലമെൻസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ എനിക്ക് ഡിസപ്പോയിൻമെൻ്റ് ആയതുകൊണ്ട് തന്നെ ടോട്ടൽ ഈ സിനിമ എനിക്ക് ഡിസപ്പോയിൻമെൻ്റ് ആയി. പിന്നെ ഞാൻ കാണുന്ന പോലെ അല്ല എനിക്ക് അതിനകത്തുള്ള ഫാമിലി ഡ്രാമ ആദ്യത്തെ ഒരു ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നെക്സ്റ്റ് ആ രീതിയിലാണ്. ഇതെല്ലാം കൂടി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡീസൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. അല്ലാത്തവർക്ക് എന്നെ പോലെ ഒരു വളരെ മോശമായിട്ടൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ഏതായാലും നിങ്ങൾ സിനിമ കാണുക. ഏത് സിനിമയാണെന്നുണ്ടെങ്കിലും റിവ്യൂവേഴ്സിൻ്റെ കാര്യങ്ങൾ റിവ്യൂവേഴ്സ് പറയുന്നതല്ല നോക്കേണ്ടത്. ഓരോരുത്തരുടെയും അഭിരുചി എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക. കണ്ടിട്ട് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം ഒരേപോലെ ആണെന്നുണ്ടെങ്കിൽ അത് കമൻ്റ് ആയിട്ട് ഇടുക. ഓക്കെ, താങ്ക് യു.